പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ. കർത്താവേ, ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് അത് ആഴമായി പതിച്ചിട്ട് കർത്താവെ വലിയൊരു മാറ്റം, മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായി കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാനുള്ള കൃപ ധാരാളമായ സ്വർഗത്തിൽ നിന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് കാത്ത് സംരക്ഷിക്കണമേ. വാക്കുകളെ തരണം. ആഴമായ അർത്ഥതലങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കണം. നീ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. അനുഗ്രഹപ്രദമായിട്ട് ഭവിക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. നമ്മൾ ഇന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഫിലിപ്പിയർ 1-ാം അധ്യായം 30-ാമത്തെ വാക്യം നമുക്ക് തുടങ്ങാം. ഞാൻ വായിക്കുന്നു. ഒരിക്കൽ ഞാൻ ചെയ്തതായി കണ്ടതും ഇപ്പോൾ ഞാൻ ചെയ്യുന്നതായി നിങ്ങൾ കേൾക്കുന്നതുമായ അതേ പോരാട്ടത്തിൽ തന്നെയാണല്ലോ നിങ്ങളും ഏർപ്പെട്ടിരിക്കുന്നത്. ഒരു പോരാട്ടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആ പോരാട്ടം നിങ്ങൾ എന്നെ മാതൃകയാക്കി ചെയ്യുന്നു എന്ന് ഇപ്പോൾ സൂചിപ്പിക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പൗലോസ് കാരാഗ്രഹവാസം അനുഭവിക്കുമ്പോഴാണ് ഈ ഫിലിപ്പിയർക്കുള്ള ഈ ലേഖനം എഴുതുന്നത്. ക്രിസ്തുവിനെ പ്രതി തൻ്റെ പീഡകൾ അവർക്കും മറ്റെല്ലാ വിശ്വാസികൾക്കും മാതൃകയായിരിക്കണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. കാരാഗ്രഹത്തിൽ കിടക്കുന്നത് കൊണ്ട് സുവിശേഷവേല ഇല്ലാതായി പോവുകയല്ല. കർത്താവിനെ പ്രതി കാരാഗ്രഹവാസം അനുഭവിക്കാൻ ഇടയായാൽ അവർ സന്തോഷിക്കുന്നു. മാത്രമല്ല, ഈ കഷ്ടതകൾ സഹിച്ചും സുവിശേഷവേലയിൽ അവർക്ക് നിൽക്കുവാൻ ധൈര്യം കിട്ടിയതിൽ അവർ സന്തോഷിക്കുകയാണ്. അത് എല്ലാവർക്കും, എല്ലാ വിശ്വാസികൾക്കും അത് മാതൃകയായിരിക്കണം. ഇതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. പൗലോസിൻ്റെ ജീവിതം ഒരു ആത്മീയ പോരാട്ടമാണ്. അതാണ് നമ്മൾ പോരാട്ടം എന്നുള്ള വാക്കിവിടെ കേട്ടത്. അതൊരു ആത്മീയ പോരാട്ടമാണ്. റോമാലേഖനം 7:23 പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. പാപത്തിൻ്റെ നിയമവും എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്, എൻ്റെ അവയവങ്ങളിൽ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ പ്രയാസമാണ്. ഒരു പോരാട്ടം നടത്തേണ്ടതായിട്ട് വരുന്നു. ഇതാണ് പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത് എങ്കിലും പൗലോസ് പറയുന്നത് അതിൻ്റെ പോരാട്ടം ജഡികമല്ല. അതിൻ്റെ സമര ആയുധങ്ങൾ ജഡികമല്ല. കാരണം ജഡിക ആയുധങ്ങൾ കൊണ്ടൊന്നും പോരാടി ജയിക്കാവുന്ന ഒരു ശക്തിയല്ല ഈ പൈശാചിക ശക്തി. അത് ചില ശക്തി ഉള്ളതാണ്. അതിന് പ്രത്യേക ആയുധങ്ങൾ വേണം. 2 കൊരിന്ത്യർ 10:4 പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവിനെ എതിരായ വാദമുഖങ്ങളെയും ഔദിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്തകളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധം, സർവായുധ വർഗമെന്ന് പറയും, അത് ശക്തമുള്ളതാണ്. അല്ല, ഞങ്ങൾ പരാജയപ്പെടുത്തൊന്നുമില്ല. ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും ഞങ്ങളങ്ങ് കീഴ്പ്പെടുത്തും. ഈ ആത്മീയ പോരാട്ടത്തിലെ ശത്രുക്കൾ അദൃശ്യമാണ്.
കാണുന്ന ചില മനുഷ്യരല്ല നമ്മളെ കുഴപ്പത്തിലാക്കാൻ വരുന്നത്. അത് അദൃശ്യമായ ചില ശക്തികളാണ്, പൈശാചിക ശക്തികളാണ്. എഫേസോസ് 6:12 പറയുന്നു, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. നമ്മുടെ യുദ്ധം ചെറിയ യുദ്ധമല്ല, വലിയ ശക്തിയുള്ളവരാണ് നമുക്കെതിരായിട്ട് വരുന്നത്. മാംസത്തിനും രക്തത്തിനും എതിരായിട്ടുള്ളൊരു യുദ്ധമല്ലിത്. പ്രഭുത്വങ്ങൾ, ആധിപത്യങ്ങൾ, അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർ, സ്വർഗീയ ഇടങ്ങളിൽ ചിലരിയ്ക്കുകയാണ്. അവിടെ തിന്മയുടെ ദുരാത്മാക്കൾ ഇരിപ്പുണ്ട്. അവർക്കും എതിരായിട്ടാണ് നമ്മൾ ഈ പടവെട്ടുന്നത്. ശക്തരായ ചില ആൾക്കാരാണ് പിശാചുക്കൾ. അവരോടാണ് നമ്മൾ പടവെട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പൗലോസിന് അതറിയാം. ഇത് വിശ്വാസത്തിൻ്റെ ഒരു പോരാട്ടമാണ്. തിമോത്തിയോസിന് പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നു, 1 തിമോത്തിയോസ് 6:12 വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. തിമോത്തിയോസിനോട് പറയുകയാണ്, വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നീ നടത്തണം, അങ്ങനെ നിത്യജീവനെ മുറുകെ പിടിക്കണം. നിത്യജീവൻ നമുക്ക് തന്നിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോവില്ലേ, അത് മുറുകെ പിടിക്കണം. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെല്ലാം വിളിക്കപ്പെട്ടിരിക്കുകയാണ് നിത്യജീവനിലേക്ക്. മുറുകെ പിടിച്ചോണം, കളയാൻ പാടില്ല. അനേകം സാക്ഷികളുടെ മുൻപാകെ നീ ഇത് ദൃഢമായി ഏറ്റു പറഞ്ഞിട്ടുള്ളതാണ്. തിമോത്തിയോസ് അത് ഏറ്റു പറഞ്ഞൊരു കാര്യമാണ്. നമ്മളും ഏറ്റു പറഞ്ഞില്ലെങ്കിൽ പറയണം. അനേകരുടെ മുൻപാകെ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തണം. ഇവിടെ ഈ പോരാട്ടത്തിന് ഒരു തികഞ്ഞ സമർപ്പണം ആവശ്യമാണ്. യുദ്ധമല്ലേ, ഒത്തെങ്കിൽ ജയിക്കാം എന്നുള്ളതല്ല, ജയിച്ചേ പറ്റൂ, ശത്രുവിനെ തോൽപ്പിക്കണം. ഒരു സമർപ്പണം ആവശ്യമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ 32, 33, 34 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോട് കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുവിൻ. ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ ഇവ സഹിച്ചവരോടുകൂടെ പങ്കുകാരാകുകയും ചെയ്തു. തടവിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു. ധനത്തിൻ്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. നമുക്ക് ഇവിടെ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ തടവിലാകപ്പെടാം, വേദനകൾ സഹിക്കേണ്ടി വരാം, ധനം നഷ്ടപ്പെട്ടെന്ന് വരാം. ഇതെല്ലാം നമ്മൾ സന്തോഷത്തോടെ അങ്ങ് സഹിക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? ഒരു ധനം സ്വർഗരാജ്യത്തിൽ നമുക്ക് വേണ്ടി നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു, അവിടെ വെച്ചിരിക്കുക. ഇതങ്ങ് പോട്ടെ, അത് നമുക്ക് സ്വീകരിക്കാം. ഇത് പോയാൽ അത് സ്വീകരിക്കുന്ന കാര്യം എളുപ്പമാകും. ഇത് പോട്ടെ, അത് സ്വീകരിക്കാം. ഈ പോരാളികളാണ് നമ്മൾ. ഇപ്പം നമുക്ക് ചില നിർദ്ദേശങ്ങൾ പൗലോസ് അപ്പോസ്തലൻ നൽകിയിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോരാടാൻ പോകാൻ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ധൈര്യപ്പെടണം. നമുക്ക് ധൈര്യം ഉണ്ടായിരിക്കണം. 1 രാജാക്കന്മാർ 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മരണമടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്ത് വിളിച്ച് ഇപ്രകാരം നിർദ്ദേശിച്ചു, മർത്യൻ്റെ പാതയിൽ ഞാൻ പോകുന്നു, ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക. മരിക്കാൻ തുടങ്ങുന്നു, മരിക്കുകയാണെന്ന് ദാവീദിന് മനസ്സിലായി. സോളമൻ രാജാവ് അടുത്ത ആൾ മകൻ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു കൊടുത്തു. മരണസമയത്ത് പറയുന്ന ഈ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയണം.
ദാവീദ് പറയുകയാണ്, മോനെ നീ എന്ത് ചെയ്യണം? ധീരനായിരിക്കുക. അതാണ് തരുന്ന ഒന്നാമത്തെ അഡ്വൈസ്. ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക. പൗരുഷമൊന്നും നഷ്ടപ്പെടുത്തരുത്, പൗരുഷത്തോടെ പെരുമാറുക. കാരണം ദാവീദ് പറയുന്നു, ഞാൻ മർത്യൻ്റെ പാതയിൽ പോവുകയാണ്. എല്ലാ മനുഷ്യർക്കും ഒരു പാതയുണ്ട്. ജനിച്ചത് മുതൽ ഇങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും ജീവിതത്തിൽ. പിന്നെ ചെന്ന് അവസാനിക്കുന്ന കിടക്കുന്ന ഒരു കുഴിയുണ്ട്, കല്ലറ എന്നൊക്കെ നമ്മൾ പറയും. ദാവീദിനും ഉണ്ടായിരുന്നു ഒരു കല്ലറ. ദാവീദിൻ്റെ കല്ലറയിലാണ് സംസ്കരിക്കപ്പെട്ടത്. അപ്പോൾ എന്നോട് ദാവീദ് പറയുക മരിക്കാൻ തുടങ്ങുമ്പോൾ, മോനെ ഞാനങ്ങ് പോവുക മർത്യൻ്റെ പാതയിൽ, ഞാനും പോകുന്നു, എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. ആര്? യൂദാ സാമ്രാജ്യത്തിൻ്റെ അധിപൻ, രാജാവ്, ശക്തനായവൻ, ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ആ ദാവീദ് രാജാവ്, പ്രവാചകൻ, ഞാനും പോകുന്നു. എല്ലാവരും പോകും എന്ന് നമ്മൾ ഓർക്കണം. ആ കല്ലറയിലേക്ക്, നമ്മൾ കായ് വെച്ചിരിക്കുന്ന കല്ലറയിലേക്ക്. അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ജീവിതം ഇവിടെ നയിക്കാൻ. അതുകൊണ്ട് മോനെ നീ ധീരനായിരിക്കുക, പൗരുഷമായി പെരുമാറുക. രണ്ടാമത്തെ ഒരു നിർദ്ദേശം പൗലോസ് പറയുന്നത്, ശക്തിപ്പെടണം. ഇപ്പം ശക്തിയുണ്ട്, അതുകൊണ്ട് പോരാ, കൂടുതൽ ശക്തി ആർജിക്കണം. 1 കൊരിന്ത്യർ 16:13, നിങ്ങൾ ജാഗരൂകരായിരിക്കുവീൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവീൻ, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവീൻ. നിങ്ങൾ പൗരുഷമുള്ളവരാണ് കേട്ടോ. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളിലോട്ട് വരുമ്പോൾ നമ്മളങ്ങ് ശക്തി പ്രാപിക്കും. ശക്തി ഇല്ലെന്നൊന്നും വിചാരിക്കേണ്ട, എനിക്ക് കഴിവില്ലെന്നൊന്നും വിചാരിക്കേണ്ട. കർത്താവ് ശക്തി തരും. മോശയെ ശക്തിപ്പെടുത്തി, പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തി, നമ്മളെയും ശക്തിപ്പെടുത്തും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഈ കഴിവില്ല, ഞാൻ ബാലനാന്നൊന്നും പറഞ്ഞ് മാറാൻ പാടില്ല. കർത്താവ് ശക്തി തരും. ഇനി നമ്മൾ 2-ാം അധ്യായത്തിലോട്ട് കയറുകയാണ്. അതിൻ്റെ 1-2 വാക്യങ്ങൾ. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. 1-2 വാക്യങ്ങളാണ് ഒന്നിച്ച് ആണല്ലോ എഴുതിയിരിക്കുന്നത്. അത് വായിച്ച് ഞാൻ പൗലോസ് പറയുന്നത്, പൗലോസിൻ്റെ സന്തോഷത്തെ ഒന്ന് പൂർണ്ണമാക്കണം. അതിൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരേ കാര്യങ്ങളായിരിക്കണം ചിന്തിക്കേണ്ടത്. ഒരേ സ്നേഹത്തിൽ വർത്തിക്കണം, ഒരേ ആത്മാവായിരിക്കണം, ഒരേ അഭിപ്രായമുള്ളവരായിരിക്കണം. ഒരേ അഭിപ്രായമുള്ളവരായിരിക്കണം നമ്മളോട് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ഇടവകയിൽ 100 പേരാ വരുന്നതെന്നിരിക്കട്ടെ, എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോവുകയും പല കാര്യങ്ങളും. പക്ഷേ 100 പേർക്ക് 100 അഭിപ്രായമോ അല്ലെ 110 അഭിപ്രായമോ ഉള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തോണം. 2-ാം അധ്യായം നമ്മളെ കൊണ്ട് കയറിയതേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരധ്യായമാണ്. തൻ്റെ ദൈവത്വത്തെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് മനുഷ്യനായി തീരുകയും ക്രൂശമരണത്തോളം അനുസരണമുള്ളവനായി തീരുകയും ചെയ്ത ആ യേശു ക്രിസ്തു തന്നെ താഴ്ത്തിയ ആ കാര്യം വളരെ വിശദമായിട്ട് പൗലോസ് എഴുതിയ ഒരു അധ്യായമാണത്. 2-ാം അധ്യായം ഫിലിപ്പിയ ലേഖനം. അത് അതിപ്രാധാന്യം അർഹിക്കുന്നു. ആരാണ് ഈ ക്രിസ്തു എന്ന്
പൗലോസ് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾക്ക് പിന്നാലെ ചിന്തിക്കാം. ദൈവമായിരിക്കെ മനുഷ്യനായിത്തീർന്നു. ഏതായാലും ആ അധ്യായം വളരെ പ്രാധാന്യമറിയിക്കുന്നു ക്രിസ്ത്യ വിശ്വാസികളെ സംബന്ധിച്ച്. ആരിലാണ് നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയണ്ടേ. ഏതെങ്കിലും വലിയൊരു മഹാൻ്റെ കയ്യിലാണോ, ഒരു വലിയൊരു പ്രവാചകൻ്റെ കയ്യിലാണോ നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവം അവൻ മനുഷ്യനായി നമ്മുടെ അടുത്തേക്ക് നമ്മെപ്പോലെ ഒരുവനായിട്ട് നമ്മുടെ ഇടയിൽ താമസിച്ചു. അവൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ അധ്യായത്തിലെ ഈ വാക്യങ്ങളിൽ സ്നേഹം, ഐക്യം, താഴ്മ, ഇവിടെ മഹത്വം കാണിച്ചിരിക്കുന്നു. സ്നേഹിക്കുവാനും ഐക്യപ്പെട്ടിരിക്കുവാനും താഴ്മയുള്ളവരായിരിക്കുവാനും നമ്മളെ പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്. ഫിലിപ്പിയരോടാണല്ലോ പറയുന്നത്. ഫിലിപ്പിയർക്ക് ഉണ്ടായിരിക്കേണ്ടതും ഏറ്റവും മതിപ്പ് തോന്നേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പിയർക്ക് മാത്രമല്ല, നമുക്കും ബാധകമാണ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ആശ്വാസം ഉണ്ടായിരിക്കണം. ക്രിസ്തുവിൽ ആശ്വാസം ഉണ്ടായിരിക്കണം. ഫിലിപ്പിയരെ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ ആശ്വാസം ഉണ്ടായിരിക്കണം. നമ്മളോട് പറയും, നിങ്ങൾക്ക് ക്രിസ്തുവിൽ ആശ്വാസം ഉണ്ടായിരിക്കണം. സങ്കീർത്തനം 71:21 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും. നമ്മളാരും ഭയപ്പെടണ്ട. കർത്താവ് നമ്മളെ വീണ്ടും ആശ്വസിപ്പിക്കും. ഒരിക്കലും ആശ്വസിപ്പിച്ചു പോരാതെ വന്നോ പിന്നെ സങ്കടങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും നമ്മളായിപ്പോയിട്ടുണ്ടോ? കർത്താവ് വീണ്ടും നമ്മളെ ആശ്വസിപ്പിക്കും. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മുടെ ആശ്വാസത്തിന് കാരണമാണ്. ക്രിസ്തുവിൻ്റെ വചനങ്ങളൊക്കെ നമ്മൾ വായിക്കണം. ആശ്വാസ വചനങ്ങളാണിതെല്ലാം. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ, അത് ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകമെടുത്ത് വായിക്കണം. ദൈവത്തിൻ്റെ വചനങ്ങൾ, ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ അതിലെഴുതപ്പെട്ടിരിക്കുന്നു, വായിക്കണം. ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ 12 വർഷം കൊണ്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ, അവൾ കഷ്ടപ്പെടുകയാണ്. വായിക്കുന്നത്, അവൾ പല വൈദ്യന്മാരുടെ അടുത്ത് പോയി ചികിത്സിച്ച് കഷ്ടപ്പെട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ചികിത്സയിൽ കഷ്ടപ്പാടുകൾ വന്ന് കാണുമായിരിക്കാം. അവൾ ചികിത്സിച്ചു, കഷ്ടപ്പാടുകൾ സഹിച്ചു. എത്ര വർഷം കൊണ്ടാണ് നിർത്താതെ രക്തസ്രാവ അസുഖം. അശുദ്ധയാണന്നേരം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വെളിയിലോട്ടൊന്നും ഇറങ്ങി അങ്ങനെ പരസ്യമായിട്ട് പോകാൻ പാടില്ല. പുരുഷന്മാരെ നിൽക്കുന്നിടത്തോട്ടൊന്നും പോകാൻ പാടില്ല. ടച്ചിങ് അനുവദിച്ചിട്ടില്ല. സ്പർശിക്കാൻ പാടില്ല. അപ്പോഴാണ് അവൾ വിശ്വസിക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സ്പർശിച്ചാൽ എനിക്ക് അസുഖം പൂർണ്ണമായിട്ടും മാറും. അവളല്ല, നമ്മളും അത് വിശ്വസിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സ്പർശിച്ചാൽ എന്നെ ബാധിച്ചിരിക്കുന്ന സകല അസുഖങ്ങളും ഏത് തരത്തിലുള്ളതായിക്കോട്ടെ മാറും. പൈശാചിക ശക്തികൾ ബാധിച്ചിട്ടുണ്ടോ? മാറും. ശാരീരികമായ അസ്വസ്ഥതകളുണ്ടോ? മാറും. മനസ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടോ? മാറും. രോഗങ്ങളുണ്ടോ? മാറും. കർത്താവിനെ സ്പർശിച്ചാൽ മാത്രം മതി. ഈ സ്ത്രീ ഒരു അല്പവിശ്വാസം കൂടി അവൾ ചിന്തിച്ചു. ഒരു പക്ഷേ എനിക്ക് ഈ ആൾത്തിരക്കിൽ കൂടെ പോകുമ്പോൾ അവനെ സ്പർശിക്കുവാൻ സാധിച്ചില്ല എന്ന് വരാം. ജനക്കൂട്ടമാണല്ലോ. നമ്മൾ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് തടസ്സമുണ്ടാക്കുന്നത് പല അനുഭവങ്ങളും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് തടസ്സമുണ്ടാക്കുന്നത് കൂടെ നിൽക്കുന്ന ജനങ്ങളാണ്. അങ്ങനെ സംഭവിക്കും, ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഏതായാലും അവൾ ധൈര്യമായിട്ടങ്ങ് പോവുകയാണ്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ കടന്ന് അവൾ മനസ്സിൽ ഇങ്ങനെ വിശ്വസിച്ചു, ക്രിസ്തു ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാലും ഞാൻ സൗഖ്യം പ്രാപിക്കും. ആ വിശ്വാസത്തോടെ അവൾ അങ്ങനെ ചെയ്തു. പെട്ടെന്ന് ശക്തി പുറപ്പെട്ടു യേശുവിൽ നിന്ന്. വസ്ത്രത്തിൽ നിന്നല്ല ശക്തി പുറപ്പെട്ടെന്ന് ഓർക്കണം. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യം പ്രാപിച്ചു. യേശു തിരിഞ്ഞ് അവളോട് ചോദിക്കുന്നു,
9-ാം അധ്യായം മത്തായി 22-ാം വാക്യത്തിൽ പറയുന്നു, യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു, മകളെ ധൈര്യമായിരിക്കുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവളുടെ അസുഖം പൂർണ്ണമായിട്ട് മാറി, അവൾ സൗഖ്യമുള്ളവളായി. മകളെ ധൈര്യമായിരിക്കുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആത്മീയ തലത്തിൽ അതിനർത്ഥമുണ്ട്. ലൗകികമായി ചിന്തിച്ചാൽ അവളുടെ രോഗത്തെക്കുറിച്ച് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വാസത്തിന് പ്രാധാന്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. വിശ്വാസമില്ലാതെ ആരും ക്രിസ്തുവിൻ്റെ അടുത്തോട്ട് പോയിട്ട് കാര്യമില്ല. രോഗശാന്തിയാണോ, എന്ത് ആവശ്യമാണോ, വിശ്വാസത്തോടെ പോവുക. പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും സാധിച്ചു കിട്ടും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ. ഏത് കാര്യവും കടുക്കുമണി പോലെയുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമോർ മരത്തോട് വേരോടെ ഇളകി കടലിൽ ചെന്ന് നടപ്പെടുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ മരം നിങ്ങളെ അനുസരിക്കും. വിശ്വാസം വേണം. അവളോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിളിച്ചതെന്താണ്? മകളേ, മകളേ എന്ന് വിളിച്ചു. കർത്താവ് നമ്മളെ എൻ്റെ മകനേ എന്ന് വിളിക്കുമ്പോൾ അതെന്തൊരു സന്തോഷമായിരിക്കും. മക്കളുടെ ഗണത്തിൽ നമ്മളെ ചേർത്തിരിക്കുന്നു, രക്ഷിച്ചിരിക്കുന്നെന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. ആത്മീയമായ രക്ഷ അത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് കർത്താവ് മകളെ എന്ന് വിളിച്ചത്. യേശുവിൻ്റെ അജഗണത്തിൽ അവളും ഉൾപ്പെട്ടിരിക്കുന്നു. അവൾ മകളാണ്, മക്കൾക്കുള്ള അവകാശം അവൾക്കുണ്ട് എന്നർത്ഥം. ഇതാണ് ആശ്വാസത്തിൻ്റെ വാക്ക്. എൻ്റെ മകളെ, നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിൻ്റെ വിശ്വാസം പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. ആശ്വാസത്തിൻ്റെ വാക്ക്. യേശു കർത്താവ് നമ്മളോടൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവീൻ, എന്നിലും വിശ്വസിക്കുവീൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. നമുക്കെല്ലാം പറ്റുന്ന ഒരു പ്രശ്നം ഇതാണ്. ഹൃദയം അങ്ങ് അസ്വസ്ഥമാകുകയാണ് എല്ലാ ദിവസവും. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾ തീർന്നിങ്ങോട്ട് നിൽക്കുമ്പോൾ ഇന്ന് വേറെ പ്രശ്നങ്ങൾ, അസ്വസ്ഥമാകുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവീൻ. ആ സ്ത്രീ വിശ്വസിച്ചില്ലേ? നിങ്ങളെന്തിനാണ് അസ്വസ്ഥരാകുന്നത്? ഇതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. യോഹന്നാൻ 16:33, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുകയും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കർത്താവ് നമ്മൾ പറയുന്ന വാചകം, നിങ്ങൾ ധൈര്യമായിരിക്കുവീൻ. എന്താ? ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നിങ്ങളെ കീഴടക്കുക അല്ലല്ലോ, ഞാനാണ് ഈ ലോകത്തെ കീഴടക്കിയത്. നിങ്ങളങ്ങ് ധൈര്യമായിട്ടിരുന്നാൽ മതി. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു വാചകം, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം. അപ്പം സമാധാനം എവിടെയാണ് നമ്മൾ അന്വേഷിച്ച് പോയി കണ്ടെത്തേണ്ടത്? സമാധാനമാണല്ലോ നമുക്ക് വേണ്ടത്. യേശു ക്രിസ്തുവിൽ കണ്ടെത്തണം. അവിടെ ഇവിടെയൊക്കെ നോക്കിയാലൊന്നും സമാധാനം കിട്ടത്തില്ല. യേശു ക്രിസ്തുവിലാണ് നമുക്ക് സമാധാനം കണ്ടെത്തേണ്ടത്. അവിടോട്ട് ചെല്ലണം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. പല കാര്യങ്ങൾ പറഞ്ഞു വചനം, എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അത് വചനമാണല്ലോ. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിനാണ്. അപ്പോൾ യേശുവിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമാധാനം തരുന്ന വചനങ്ങളാണവ. ആ വചനത്തിൻ്റെ അകത്ത് സമാധാനമുണ്ട്. ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് എന്തിനാ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിനാ. അപ്പോൾ ആ യേശുവിൻ്റെ വചനമാണ് സമാധാനം നമുക്ക് നൽകുന്നത്. അതാ ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞത്, വേദപുസ്തകം എടുത്തൊന്ന് വായിച്ച് നോക്കണം. സമാധാനത്തിൻ്റെ വാക്കുകളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് യേശു പറഞ്ഞല്ലോ, നിങ്ങൾ ധൈര്യമായിരിക്കുവീൻ, നിങ്ങൾ ധൈര്യമായിരിക്കുവീൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുകയാണ്, നിങ്ങൾ വിഷമിക്കണ്ട. പിന്നീട് പൗലോസ് 2-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, കൂട്ടായ്മ ഉണ്ടാകണം. ആത്മാവിലുള്ള കൂട്ടായ്മ ഉണ്ടാകണം.
രക്ഷയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോഴേ വ്യക്തിപരമായി ആണ് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നത്. കാരണം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്, അവൻ എൻ്റെ രക്ഷകൻ എന്ന് ഓരോ വ്യക്തിയും വിശ്വസിക്കണം. അപ്പോഴാണ് രക്ഷയിലോട്ട് നമ്മൾ നടന്നങ്ങോട്ട് കയറുന്നത്. അങ്ങനെ കയറുമ്പോൾ നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ളൊരു കൂട്ടായ്മ മാത്രമല്ല, സഹവിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മ. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ തനിച്ചല്ല, നാം രക്ഷിക്കപ്പെട്ടു, ഒരു കൂട്ടായ്മയിലോട്ടാണ് കയറുന്നത്. ക്രിസ്തുവുമായിട്ടുള്ളൊരു കൂട്ടായ്മ നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റ് സഹവിശ്വാസികളോടും ചേരുമ്പോൾ ഒരു കൂട്ടായ്മയായി മാറും. യേശു ക്രിസ്തു ഈ കൂടിവരവുകളിൽ അവൻ സന്നിഹിതനായിരിക്കും. മത്തായിയുടെ സുവിശേഷം 18:20 പറയുന്നു, യേശു കർത്താവ് പറയുകയാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അയ്യോ, കർത്താവ് നമുക്ക് കാണണമല്ലോ, ഒരു കാര്യം പറയാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. 2-3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. കർത്താവ് പറഞ്ഞതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ 2 പേര്, 2 പേരില്ലെങ്കിൽ പിന്നെ കൂടുന്നത് എങ്ങനെ? 2 പേര് അല്ലെങ്കിൽ 3 പേരായാലും നല്ലതാണ്. കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് കൂട്ടായ്മയുടെ അനുഭവം. കർത്താവ് നമ്മുടെ കൂടെ. നമ്മൾ 3 പേരെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ കൂടുമ്പോൾ കർത്താവ് അവിടെ ഉണ്ട്. ഇതാണ് കൂട്ടായ്മ. ദാനിയേലിൻ്റെ കൂട്ടുകാർ സിംഹക്കുഴിയിൽ വീണപ്പോൾ കർത്താവിൻ്റെ കൂട്ടായ്മ അവിടെ ഉണ്ടായില്ലേ? തീർച്ചയായും. വിശുദ്ധന്മാരുടെ സമ്പർക്കത്തിൽ ഈ കൂട്ടായ്മയുണ്ട്. ലൂക്കോസ് 24-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ, 2 പേരേ ഉള്ളൂ. എമ്മാവൂസിലേക്ക്, ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോവുകയാണ്. അവരെന്തിനാണ് പോയത്? അവരെന്തോ കാര്യത്തിന് പോയതാണ്. പക്ഷേ അവരുടെ ഒരു സംസാര വിഷയം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണത്. ആ ഞായറാഴ്ചയാണ് യേശു ക്രിസ്തു ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. ആ വാർത്ത അവർ കേട്ട് കഴിഞ്ഞു. അത് കേട്ടതിന് ശേഷമാണ് ഇവരിപ്പോൾ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോവുകയാണ്. എന്തിനാണ് പോയെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവർ പോകുന്ന വഴിക്ക് അവരുടെ സംസാര വിഷയം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കാര്യത്തെക്കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ട് പോകുന്നത്. യേശു ക്രിസ്തു അവരുടെ കൂടെ യാത്ര ചെയ്തു. കർത്താവിൻ്റെ ഒരു വചനം ഇവിടെ നമ്മളിപ്പം പറഞ്ഞില്ലേ, മത്തായി 18:20, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. ഇവിടെ 2 പേരേ ഉള്ളൂ. അവരെ പറയുന്ന വിഷയം പോലെ യേശു ക്രിസ്തുവിനെ കുറിച്ച്, അവൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കൂടെ അങ്ങ് നടന്നു. അവർക്ക് മനസ്സിലായില്ല. ലൂക്കോസ് 24-26-27 വാക്യങ്ങളിൽ അവൻ അവരോട് പറഞ്ഞു, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്തൊരു സൗഭാഗ്യം അവർക്ക് ലഭിച്ചത്! മോശ തുടങ്ങി സകല പ്രവാചകന്മാരും പഴയ നിയമം മുഴുവൻ അഴിച്ചുറക്കി തന്നെക്കുറിച്ച് പ്രവാചകന്മാർ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഉദ്ധരിച്ച് അത് വ്യാഖ്യാനിച്ച് കൊടുത്തിരിക്കുന്നു. കൂടെ നടന്ന യേശുവാണ്. അവർ മനസ്സിലാക്കിയില്ല ആരാണെന്ന്. യേശു അതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നിട്ട് യേശു അവരോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അങ്ങനല്ലയോ സംഭവിക്കേണ്ടത്? ഇതെല്ലാം സഹിക്കണം, മഹത്വത്തിലേക്ക് പ്രവേശിക്കണം. ഒരു കാര്യം നമ്മൾ അതിൻ്റെ ക്രമം നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്? അതിനു മുമ്പൊരു കാര്യം സംഭവിക്കണം, ഇതെല്ലാം സഹിക്കണം. സഹനത്തിൻ്റെ ശേഷമുള്ളതാണ് ഈ മഹത്വം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്രിസ്തു അങ്ങനെ തന്നെയാണ് ചെയ്തത്. സഹിച്ചു,
അതിനുശേഷം മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ളത് നിങ്ങൾക്കറിയാമായിരുന്നില്ലേ? മഹത്വം പ്രാപിക്കുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ് സഹനം. സഹനം കഴിഞ്ഞ് മഹത്വം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ പ്രത്യാശയിൽ നമ്മളായിരിക്കണം. നമുക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത്. നമ്മളും പ്രയാസങ്ങൾക്കൂടെ സഹനങ്ങളിൽ കൂടെ കടന്നുപോയി മഹത്വത്തിലേക്ക് പ്രവേശിക്കണം. യേശു ചോദിച്ചു, നിങ്ങൾക്കത് അറിയത്തില്ലായിരുന്നോ? എല്ലാം യേശു വ്യാഖ്യാനിച്ചു കൊടുത്തു. അയ്യോ, അങ്ങനെയായി യേശു എല്ലാം വ്യാഖ്യാനിച്ചു തരുന്നത് വേറെ ആരും നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നില്ല. ഇതുപോലെ കർത്താവ് എല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് അല്ലെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് ഒരു ഗുണമുള്ളത്, നമ്മുടെ ഹൃദയത്തിൽ ഒരു ജ്വാല ചൂട് ഉണ്ടാകും. യേശു വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ച് സംസാരിച്ചപ്പോൾ ആ ശിഷ്യന്മാരുടെ ഹൃദയം അങ്ങ് ജ്വലിക്കുകയായിരുന്നു. ലൂക്കോസ് 24-ാം അധ്യായത്തിൽ 32-ാം വാക്യം പറയുന്നത്, അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? യേശു കർത്താവ് സംസാരിച്ചപ്പോഴാണ് അവരുടെ ഹൃദയം ജ്വലിച്ചത്. സംസാരിച്ച വിഷയം യേശുവിൻ്റെ സഹനവും ഉയർത്തെഴുന്നേൽപ്പുമാണ്. പ്രവാചകന്മാരുടെ വാക്കുകളെ ഉദ്ധരിച്ച് അത് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നുള്ളതിനാണ് പ്രാധാന്യം. അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു. അത് വലിയൊരു അനുഭവമാണ്, കൂട്ടായ്മയുടെ അനുഭവമാണ്. ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുക എന്നുള്ളത്. ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഈ വചനത്തിനും അല്ലെങ്കിൽ ഈ കൂട്ടായ്മയ്ക്കും ചില പ്രാധാന്യമുണ്ട്. അത് നമ്മളിലോട്ട് ഒരു സമ്മർദ്ദം ചെലുത്തും. അത് ചെയ്യണം 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 എന്നൊരു തോന്നൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നടിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 4:13 പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. പത്രോസും യോഹന്നാനും ഒക്കെ ധൈര്യപൂർവ്വം പ്രസംഗിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവരോർക്കുകയോ ഇതെങ്ങനെ സംഭവിക്കുന്നു? വിദ്യാവിഹീനരായ ആൾക്കാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എങ്ങനെയെന്ന് അവർ അത്ഭുതപ്പെട്ടു. ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഇവർ രണ്ടുപേരും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. അന്നവർ മനസ്സിലാക്കി. അപ്പോൾ ധൈര്യം കിട്ടും, വചനങ്ങൾ വരും, അത് പറയാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രേരണ, ആ സ്പർശനം, ആ സമ്മർദ്ദം അവരിൽ ഉണ്ടാകും. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് അവരിൽ കൂടെ സംസാരിച്ചു എന്ന് നമുക്ക് പറയാം. ഈ കൂട്ടായ്മയിലേക്ക് ദൈവം തന്നെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 1:9 തൻ്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ആരാ വിളിച്ചത്? വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മളെ വിളിച്ചത് ദൈവം തന്നെയാണ്. ആ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മൾ സാക്ഷ്യം നൽകിയാൽ ഈ കൂട്ടായ്മയെ ഒന്ന് പ്രബലം ആക്കും, ശക്തീകരിക്കും. കൂട്ടായ്മ വേണം, എനിക്ക് കൂട്ടായ്മ ഉണ്ടെന്ന് ചിലർ പറയും. അത് പോരാ, അത് ശക്തമായ ഒരു കൂട്ടായ്മയായിരിക്കണം. നമ്മൾ സാക്ഷ്യം പറയാമെങ്കിൽ നമ്മുടെ ആ കൂട്ടായ്മ ഒന്ന് ശക്തിപ്പെടും. 1 യോഹന്നാൻ 1:3 ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടെയാണ്. യോഹന്നാൻ പറയുക, ഞങ്ങൾ കൂട്ടായ്മ ഉള്ളത് ക്രിസ്തുവിനോടാണ്. ഞങ്ങൾ കണ്ടതും കേട്ടതും ഒക്കെ നിങ്ങളോട് പറയുന്നത്. എന്തിനാ നിങ്ങളോട് പറയുന്നത്? നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവായിട്ട് നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ്. മാത്രമല്ല, വേറൊരു കാര്യം, നമ്മൾ കർത്താവിൻ്റെ സ്വരം കേട്ട് വാതിലൊന്ന് തുറന്നു കൊടുക്കണം. വെളിപാടിൻ്റെ 3:20 ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ
ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. എന്തൊരു അനുഭവമാണ് അത്! കർത്താവിനോട് ചേർന്നിരുന്ന് ഒന്നിച്ച് ഒരേ മേശയിൽ നിന്ന് ഭക്ഷിക്കുക. അത് സംഭവിക്കും. നിങ്ങൾ എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തരണം. സ്വരം കേൾക്കണം. എന്നിട്ട് കർത്താവ് വരാനായിട്ട് നമ്മുടെ ഹൃദയവാതിൽ തുറന്നിട്ട് കൊടുക്കണം. ഈ ക്രിസ്തുവുമായിട്ടുള്ളൊരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിൽ മഹത്വമേറിയ ഒരു മർമ്മം ഇരിപ്പുണ്ട്. അത് നമ്മൾ അറിയണം, ആ മർമ്മം എന്താണെന്ന്. കൊളോസോസ് ലേഖനത്തിൽ 1-27 വാക്യത്തിൽ പൗലോസ് അത് പറഞ്ഞു തരുന്നു നമുക്ക്. ഈ രഹസ്യത്തിൻ്റെ മർമ്മം വിജാതരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് തന്നെ. ഒരു വലിയ രഹസ്യം നമ്മളോട് പൗലോസ് പറഞ്ഞു തരികയാണ്. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു എവിടെ ഉണ്ട്? നിങ്ങളിലുണ്ട്. നിങ്ങളിൽ ക്രിസ്തു ഉണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനിയും പൗലോസ് ഇവിടെ ആ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ, കാരുണ്യവും അനുകമ്പയും ഒക്കെ നമുക്കുണ്ടാകണം. ഇപ്പോൾ ഫിലിപ്പിയർക്കുണ്ടാകണം, നമുക്കുണ്ടാകണം. ക്രിസ്തു കാരുണ്യവും അനുകമ്പയും ഉള്ളവനായിരുന്നു. സങ്കീർത്തനം 31:19 പറയുന്നു, കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അവയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. കർത്താവ് തരും, പരസ്യമായിട്ടിങ്ങ് തരും, രഹസ്യമായിട്ടും തരും, പരസ്യമായിട്ടും തരും. യേശയ്യാ 26:3 പറയുന്നു, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഇങ്ങ് തരും, സമാധാനത്തിൻ്റെ തികവില നമുക്കിതെല്ലാം തരുന്നത്. ദൈവികമായ കരുതലെ മുന്നമേ ഒരുക്കി വച്ചിരിക്കുകയാണ്. ജോബ് 38:41 പറയുന്നു, കുഞ്ഞുങ്ങൾ തീറ്റ കിട്ടാതെ ദൈവത്തോടെ നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറന്ന് അലയുന്ന കാക്കകൾക്ക് തീറ്റി എത്തിച്ചു കൊടുക്കുന്നതാരാ? കുഞ്ഞുങ്ങൾ കരയുന്നു, തള്ളത്ത് കാക്കകൾ തീറ്റയ്ക്ക് വേണ്ടി പോവുക. അല്ല, തള്ളക്കാക്കകൾക്ക് തീറ്റ എത്തിച്ചു കൊടുക്കുന്ന ആരാ? അയ്യോ, നമ്മുടെ ദൈവം തന്നെയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. വേറൊരു വാചകം നമ്മൾ ശ്രദ്ധിക്കണം, പിതാവിൻ്റെ അറിവ് കൂടാതെ ഒന്നും സംഭവിക്കുന്നില്ല. മത്തായി 10:29 വാക്യം. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? യേശു കർത്താവ് ചോദിക്കുക, 2 കുരുവികൾ ഒരു നാണയത്തിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിലൊന്നുപോലും പിതാവിൻ്റെ അറിവ് കൂടാതെ നിലം പതിക്കുകയില്ല. ഈ മരത്തിലൊക്കെ ഇരിക്കുന്ന കുരുവികൾ ഇങ്ങനെ താഴോട്ട് വീഴും, അന്നേരം അത് പറക്കിയെടുത്താണ് വിൽക്കുന്നത്. നിങ്ങൾക്കറിയാവോ അതൊന്ന് താഴെ വീണത് എങ്ങനെയാ? പിതാവ് അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്ന് വീഴണമെങ്കിൽ പിതാവ് അറിയണം. ദൈവം കരുതലുള്ളവനാണ് നമ്മളെ പ്രതി. അതിന് പല ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാം. ചില ദൃഷ്ടാന്തങ്ങൾ നമ്മളൊന്ന് ഓടിച്ചു നോക്കുകയാണ്. മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയിൽ ഇസ്രായേലിനെ 40 വർഷം ദൈവം കരുതി, ഒരു കുറവും അവർക്കുണ്ടായില്ല. നിയമാവർത്തനം 2:17 പറയുന്നു, അവിടുന്ന് 40 സംവത്സരവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒന്നും കുറവുണ്ടായിരുന്നില്ല. വേറൊന്ന്, ഹോറേബിലേക്ക് നമ്മുടെ ഏലിയ പ്രവാചകൻ യാത്ര ചെയ്യുകയാണ്. വിശന്ന് വിഷമിച്ചും ക്ഷീണിച്ചൊക്കെ പോവുകയാണ്. അപ്പവും വെള്ളവും കൊണ്ട് കൊടുക്കുന്നു. 1 രാജാക്കന്മാർ 19:5-6 വാക്യങ്ങൾ. ഏലിയ ആ ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങി. ഹോറേബിലേക്ക് പോകുന്ന വഴിക്കാണ്. കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കലിരിക്കുന്നു. അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു. ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ടെന്ന് യേശു നമ്മളോട് പറയുന്നുണ്ട്. കൊണ്ട് തരികയാണ് ചുടുകല്ലിൽ അപ്പവും വെള്ളം പാത്രത്തിലും. കഴിച്ചു, ക്ഷീണമുള്ളത് കൊണ്ട് വീണ്ടും കിടന്ന് ഉറങ്ങി. വേറൊരു സംഭവം നമ്മൾ കാണുന്നത്, വിധവയായ
സ്ത്രീക്ക് എലീശ പ്രവാചകൻ്റെ ശിഷ്യൻ്റെ ഭാര്യയാണ്. അവിടെ വീട്ടിൽ ഒരു ഭരണിയിലെ കുറച്ച് എണ്ണയുണ്ടായിരുന്നു. അത് വർദ്ധിപ്പിച്ച് കൊടുത്തിട്ട് മറ്റ് പാത്രങ്ങളിൽ നിറച്ച് അതെല്ലാം വിൽറ്റ് കൊടുത്തിട്ട് ഉപജീവനത്തിനുള്ള വക കണ്ടുപിടിക്കാനായിട്ട് എലീശ പ്രവാചകന് അനുഗ്രഹിച്ചു, കൃപ കൊടുത്തു. അത്ഭുതമായിട്ട് നടന്നു. അന്ന് ക്ഷാമമായിരുന്നു, ആർക്കും ഭക്ഷിക്കാനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവൾക്ക് ഉപജീവനത്തിനുള്ള മാർഗം എലീശ പ്രവാചകൻ വഴി അങ്ങനെ കിട്ടി. ക്ഷാമകാലം വന്നപ്പോൾ സമറിയക്കാരെ കർത്താവ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു. 2 രാജാക്കന്മാരെ 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ എലീശ പറഞ്ഞു, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവീൻ, അവിടുന്ന് അരുളി ചെയ്യുന്നു, നാളെ ഈ നേരത്ത് സമറിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ഷെക്കലിനും 2 അളവ് ബാർലി 1 ഷെക്കലിനും വിൽക്കപ്പെടും. ക്ഷാമമാണ്, എല്ലാവരും പട്ടിണി കിടന്ന് ചാകുന്നു. മക്കളെ പുഴുങ്ങി തിന്നുന്ന മാതാപിതാക്കൾ ഈ അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. കർത്താവ് പ്രവാചകനിൽ കൊണ്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, നാളെ ഈ ക്ഷാമം അങ്ങ് മാറുകയാണ്. ഈ കവാടത്തിൽ വെച്ച് മാവ്, നേരിയ മാവും വിൽക്കുന്നു, ബാർലി പൊടിച്ചതും വിൽക്കുന്നു. നേരിമാവിന് 1 ഷെക്കൽ കൊടുത്താൽ 1 അളവ്, ബാർലി 2 അളവ് കിട്ടും. അങ്ങനെ സംഭവിച്ചു. എങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ അവർ വിചാരിച്ചു, പക്ഷെ സംഭവിച്ചു. 2 രാജാക്കന്മാർ 7-ാം അധ്യായത്തിലാണത്. യേശു കർത്താവാണെങ്കിൽ 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെ തൃപ്തിയാവോളം ഭക്ഷണം കൊടുത്തത് നമുക്കറിയാം. അങ്ങനെ കർത്താവ് നമുക്കെല്ലാവർക്കും വേണ്ടത് കരുതി വെച്ച് വേണ്ട സമയത്ത് തരുന്നവനാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. യേശുക്രിസ്തു മനസ്സലിവുള്ളവനാണ്, കഠിനഹൃദയനല്ല. കഠിനഹൃദയത്തെക്കുറിച്ച്, ഫറവയെക്കുറിച്ചും ഇസ്രായേൽ ജനതയെക്കുറിച്ചും ഒക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. യേശുക്രിസ്തു മനസ്സലിവ് ഉള്ളവനാണ്. പുരുഷാരത്തെ കണ്ടപ്പോൾ മത്തായി 9-ാം അധ്യായം 36-ാം വാക്യം, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. 2 അന്ധരായ മനുഷ്യരെ കണ്ടപ്പോൾ മത്തായി 20:34 പറയുന്നു, യേശു ഉള്ളലിഞ്ഞ് അവരുടെ 2 അന്ധന്മാരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. അവരും അവനെ അനുഗമിച്ചു. ഒരു കുഷ്ഠരോഗി യേശു കണ്ടപ്പോൾ ആ കുഷ്ഠരോഗി പറയുക, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ അങ്ങേക്ക് കഴിയും. യേശു അവൻ്റെ അപേക്ഷ സ്വീകരിച്ച് അവനെ സുഖപ്പെടുത്തി. മർക്കോസ് 1:41 പറയുന്നു, അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ശുദ്ധിയായി പെട്ടെന്ന് തന്നെ. മനസ്സുണ്ടോ എന്ന് യേശുവിനോട് ചോദിക്കേണ്ട, യേശുവിന് മനസ്സുണ്ട്. നമ്മളും അങ്ങ് ചോദിച്ചോണ്ടാ മതി, യേശുവിന് മനസ്സുണ്ട്. കരഞ്ഞും ദുഃഖിച്ചും ഇരിക്കുന്നവരെ കണ്ടപ്പോഴൊക്കെ യേശുവിന് അവരോട് അലിവ് തോന്നി. നായിലെ വിധവയുടെ മകന് ഇങ്ങനെ അടക്കാൻ കൊണ്ടുപോവുകയായിരുന്നു. പോകുന്ന വഴിക്കാണ് യേശു കണ്ടത്. വിധവയാണ്, ഒരു മകൻ മാത്രമേ ഉള്ളൂ. അവനിപ്പോൾ മരിച്ചു. അടക്കാൻ കൊണ്ടുപോവുകയാണ്. വഴിവെച്ച് യേശു ആ ശവമഞ്ചത്തെ തൊട്ട് അവർ നിന്നു. യേശു പറഞ്ഞു, എന്തിനാ? യേശുവിന് അവർ മനസ്സിലും ഉണ്ടായതുകൊണ്ടാണ്. യേശു പറഞ്ഞു, യുവാവേ എഴുന്നേൽക്കുക. ലൂക്ക 7:14-15 വാക്യങ്ങൾ. യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. മരിച്ച് അടക്കപ്പെട്ട ലാസറിനെ ഉയർപ്പിക്കുന്ന കാര്യം യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായത്തിലാണ്. സഹോദരികളങ്ങ് കരഞ്ഞപ്പോൾ യേശുവും കൂടെ കരഞ്ഞു. മനുഷ്യർ കരയുമ്പോൾ കൂടെ കരയുന്ന ഒരു ദൈവം, ആ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കൂടെ കരയുന്ന ഒരു ദൈവം, കൂടെ കരയുന്നൊരു ദൈവം, അവൻ യഹോവയായ ദൈവം. യേശുക്രിസ്തു കരഞ്ഞു പോയി. യേശുക്രിസ്തു കണ്ണീർ പൊഴിച്ചു എന്നുള്ള വാക്യം യോഹന്നാൻ സുവിശേഷം 11:35 വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യം എന്ന് പറയുന്നത് അതാണ്. അവൻ കരഞ്ഞു, അവൻ കണ്ണീർ പൊഴിച്ചു. അവൻ നമ്മളോട് മനസ്സലിവുള്ളവൻ ആണ്. അത് നമ്മൾ ഓർത്തോണം. മനസ്സലിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് ഫിലിപ്പിയരോട് വീണ്ടും പറയുന്നത്,
നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവ് ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. അപ്പോൾ പൗലോസിൻ്റെ സന്തോഷം പൂർണ്ണമാക്കണമെന്നാണ് പൗലോസ് പറഞ്ഞത്. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരേ കാര്യം വേണം ചിന്തിക്കാൻ, ഒരേ സ്നേഹത്തിൽ വർത്തിക്കണം, ഒരേ ആത്മാവുള്ളവരായിരിക്കണം, ഒരേ അഭിപ്രായമുള്ളവരായിരിക്കണം. അതായത് ഐക്യം വേണം, നമ്മൾ പൊരുത്തമുണ്ടായിരിക്കണം. ഇതെല്ലാം ഉണ്ടായിരിക്കേണ്ടത് ക്രിസ്തുവിൽ ആശ്വാസം ഉണ്ടായിരിക്കണം, ഹൃദയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വേണം, ആത്മാവിലൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം, കാരുണ്യം ഉണ്ടായിരിക്കണം, അനുകമ്പ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉണ്ടായിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഐക്യവും പൊരുത്തവും ഒക്കെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നത്. റോമർ 15:5 പൗലോസ് തന്നെ എഴുതിയിരിക്കുന്നു, സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പര ഐക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ വിശ്വാസികളുടെ ഐക്യം ഉണ്ടായിരിക്കണം. വിശ്വാസികൾ എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നായി ചേർന്ന് ഒരു ശരീരമാകുന്നു എന്ന് മനസ്സിലാക്കണം. ക്രിസ്തു തലയും നാം എല്ലാവരും അവയവങ്ങളുമാകുന്നു. റോമർ 12:5 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുപോലെ നാമും പലരാണെങ്കിലും യേശു ക്രിസ്തുവിൽ ഏക ശരീരമാണ്, എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. വിശുദ്ധരെ പരിപൂർണരാക്കുക, ശുശ്രൂഷയുടെ ജോലി ചെയ്യുക, ക്രിസ്തുവിൻ്റെ ശരീരത്തെ പടുത്തുയർത്തുക, ഇവയൊക്കെയാണ് നാം ചെയ്യേണ്ട ജോലികൾ. എഫേസോസ് 4:13 പറയുന്നു, വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നത് വരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. എല്ലാവരും ക്രിസ്തുവിൻ്റെ ആ കൃപയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകണം. ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 4:12 വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു, ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എല്ലാം പൊതു സ്വത്ത് ആയിരുന്നു. ഇനി നമുക്ക് പരസ്പരം ഐക്യവും സഹകരണവും വേണം. അത് ആത്മീയ തലത്തിലാണേലും ലൗകിക തലത്തിലാണേലും ഉള്ള വിജയത്തിന് അത് ആവശ്യമാണ്. പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തി ഉണ്ടാകുവാൻ ഈ ഐക്യവും പരസ്പര സഹകരണവും വേണം. മത്തായി 18:19 പറയുന്നു, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. മറ്റുള്ളവരെ കർത്താവിലെ കൊണ്ടുവരാനാണെങ്കിലും നമുക്ക് യോജിപ്പ് വേണം. മർക്കോസ് 2:3-4 വാക്യങ്ങളിൽ 4 പേര് ചുമന്നുകൊണ്ട് ഒരു തളർവാദ രോഗി യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. 4 പേര് സഹകരിച്ചതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കാൻ ഇടയായത്. അപ്പോൾ ആ സഹകരണം, കൂട്ടായ്മ ആളുകളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്ന് മാത്രമല്ല, യേശു പഴയ നിയമത്തിലും ചില കാര്യങ്ങൾ നമുക്കറിയാം. പല കാര്യങ്ങൾക്ക് ജോലിക്കായിട്ട് നിയമിച്ച് വിടുമ്പോൾ ഈ 2 പേരായിട്ടാണ് വിടുന്നത്. ഇസ്രായേലിനെ മോചിപ്പിക്കാൻ മോശയെ മാത്രമല്ല അഹ്റോനെ കൂടെ ചേർത്ത് വിട്ടു. പുറപ്പാട് 4:16 കനാൻ നാട് ഒറ്റുനോക്കാൻ ജോഷുവയെയും കാലേബിനെയും കൂടെ ചേർത്ത് വിട്ടു. സംഖ്യ 14:6 പ്രവാചകനായ ഏലീഷായോട് ചേർന്ന് പ്രവർത്തിക്കാൻ ശിഷ്യനായിരുന്ന ഏലീഷായെ കൂടെ ഉപയോഗപ്പെടുത്തുന്നു. 70 പേരെ കർത്താവ് സുവിശേഷ വേലയ്ക്ക് പറഞ്ഞു വിട്ടപ്പോൾ ഈ 2 പേരായിട്ടാണ് പറഞ്ഞു വിടുന്നത്. ലൂക്കോസ് 10:1 പൗലോസും ബാർണബാസും കൂടെ ചേർന്നാണ് അന്ത്യോക്യയിൽ ഒന്നിച്ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 13:2 പൗലോസിനോടൊപ്പം സീലാസ് ചേർന്ന് പ്രവർത്തിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 15:40 അങ്ങനെ 2 പേര് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ക്രമീകരണമാണ് കർത്താവ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഭിന്നത പാടില്ല. ഭിന്നതയ്ക്ക് ചില കാരണങ്ങളുണ്ട്. ഒന്ന് പകയാണ്. സുഭാഷിതങ്ങൾ 10:12 പറയുന്നു, വിദ്വേഷം കലഹമിളക്കി വിടുന്നു, സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. നികളം പാടില്ല. സുഭാഷിതങ്ങൾ 13:10 പറയുന്നു, താന്തോന്നികൾ ഔദത്യം നിമിത്തം കലഹമുണ്ടാക്കുന്നു, ഉപദേശം സ്വീകരിക്കുന്നവരോടുകൂടിയാണ് വിവേകം. കലഹപ്രിയം വഴക്കുണ്ടാക്കാൻ കാരണമാണ്. സുഭാഷിതങ്ങൾ 26:21 പറയുന്നു, കരി കനലിനെയും വിറക് അഗ്നിയെയും എന്ന പോലെ
കലകപ്രിയൻ ശണ്ട കൂട്ടിക്കൊണ്ടേയിരിക്കും, ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കും. കോപം ഒരു കാരണമാണ്. സുഭാഷിതങ്ങൾ 29:22 പറയുന്നു, രോഷാകുലൻ കലകം വിളക്കി വിടുന്നു, കോപശീലൻ അതിക്രമങ്ങൾ വരുത്തി വയ്ക്കുന്നു. 5-ാമത്തെ ഒരു പോയിന്റ് പറയാനുള്ളത്, മൗഢ്യമായ തർക്കങ്ങൾ പാടില്ല, അതുകൊണ്ട് കുഴപ്പമേ ഉണ്ടാകുള്ളൂ. 1 തിമോഥെയോസ് 6:3-4 വാക്യങ്ങളിൽ ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോട് യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുശംസങ്ങളെയും ഉണ്ടാകുന്നു. ഇന്ന് സമയം അങ്ങനെ നീണ്ടുപോകുന്നത് കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് ഫിലിപ്പിയർ 1:30 വാക്യവും 2:1-2 വാക്യങ്ങളാണ്. നമ്മുടെ ജീവിതം ഒരു ആത്മീയ പോരാട്ടമാണ്. അതുകൊണ്ട് സമരായുധങ്ങൾ ജഡികമല്ല, നമുക്ക് തികഞ്ഞൊരു സമർപ്പണം ആവശ്യമാണ്. ധൈര്യമുണ്ടായിരിക്കണം. ആശ്വാസം കണ്ടെത്തേണ്ടത് നമ്മൾ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിനോട് നമുക്ക് കൂട്ടായ്മയുണ്ടായിരിക്കണം. ആത്മീയ കൂടിവരവിൽ ഈ കൂട്ടായ്മ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തെ ഈ വചനം ചൂടാക്കുന്നുണ്ട്. ദൈവിക കരുതൽ മുന്നമേ ഒരുക്കി വച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തു മനസ്സലിവുള്ളവനാണെന്ന് നമ്മൾ കണ്ടു. നമുക്ക് ഐക്യമുണ്ടായിരിക്കണം, സ്നേഹത്തിൽ വർദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തത്. അടുത്ത 168-ാം എപ്പിസോഡിൽ ഫിലിപ്പിയർ 2-ാം വാക്യം മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.